ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ പോയ സിദ്ദീഖിനായ അന്വേഷണം തുടർന്ന് പോലീസ്. മുൻകൂർ ജാമ്യത്തിനായി സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കണം എന്നാണ് ആവശ്യം. നവമി ദിനേശ് വാർത്താ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഈ നാണക്കേടാണ് പോലീസിന്. എത്രമാത്രം ഫോണൊക്കെ ഓണായിരുന്നു, എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടെയാണെന്ന് ലൊക്കേറ്റ് പോലും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ അത് തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണോ? എൽദോ, ഇതിനിടയിൽ മറ്റൊരു വിമർശനം കൂടിയുണ്ട്. അതായത് ഈ അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദീഖിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഇനി ജാമ്യം കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്നുള്ള ഒരു വിമർശനം കൂടി, അങ്ങനെയാണ് അവർ കരുതുന്നത് എന്ന വിമർശനം കൂടിയുണ്ട്. നവമി, ആര്യ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് നമുക്കും തോന്നുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് സിദ്ദീഖിനെ പോലെ ഇത്രയും പ്രസിദ്ധനായ ഒരു വ്യക്തിയെ കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ സംശയങ്ങളുണ്ട്. കാരണം 4 ദിവസം കഴിയുന്നു ഇപ്പോൾ സിദ്ദീഖിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട്. ആ പുലർച്ചെ 3 മണിവരെ സിദ്ദീഖ് സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെ എറണാകുളം ജില്ലയില് സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഈ ഹൈക്കോടതിയുടെ ജാമ്യ ഹർജി തള്ളിയതിന് ശേഷം സിദ്ദീഖിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ അസ്വാഭാവികത തോന്നുന്നുണ്ട്. മനഃപൂർവ്വം പോലീസ് സിദ്ദീഖിനെ പിടികൂടാത്തതല്ലേ, ഇരുട്ടിൽ തപ്പുകയല്ലേ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും സിദ്ദീഖിന്റെ ഫോൺ ഇതിനിടയ്ക്ക് മെനിഞ്ഞാന്ന് 11 മണിക്ക്, രാവിലെ 11 മണി മുതൽ ഏകദേശം അരമണിക്കൂർ ഓണായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഏത് റേഞ്ചിലാണെന്ന് പോലും പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുന്നതിന്റെ അത്ര പോലും പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ സിദ്ദീഖ് ഒളിവിൽ തന്നെ തുടരുകയാണ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ സിദ്ദീഖ് ഇന്നലെ ഒരു മുൻകൂർ ജാമ്യം ഹർജി സമർപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയെങ്കിലും ഈ ഹർജി പരിഗണിക്കണമെന്നാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 2 ദിവസം കൂടി സിദ്ദീഖിന് ഇങ്ങനെ ഒളിവിൽ തുടരേണ്ടി വരും. അതിനുശേഷം തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹർജിയുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘവും SIT ഒക്കെ തുടർ നടപടികൾ സ്വീകരിക്കുക. അന്വേഷണ സംഘവും അത് തന്നെയാണ് ഇനി സുപ്രീം കോടതിയിലേക്ക് സമീപിച്ച സാഹചര്യത്തിൽ അതിന്റെ വിധി അറിഞ്ഞതിന് ശേഷം അറസ്റ്റിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സംഘം അന്ന് തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അവർ തമ്പടിച്ചിട്ടുണ്ട്. പക്ഷേ SITയുടെ ഒരു നിർദ്ദേശപ്രകാരം ഇവർ തമ്പടിച്ചിട്ടുണ്ട്, വല വിരിച്ചിട്ടുണ്ട്. പക്ഷേ സിദ്ദീഖ് കുടുങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും തമ്പടിക്കലും വലവിരിക്കലൊക്കെ തുടരട്ടെ, സിദ്ദീഖിനെ കണ്ടെത്താൻ കഴിയട്ടെ അല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും നവമി, എനിക്ക് തോന്നുന്നു നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകരാണ് ഇപ്പൊ സിദ്ദീഖിനെ തെരഞ്ഞെടുക്കുന്നത്. നവമി ആ സംഘത്തിലുണ്ട്.